കാര്യവിചാരം 86 അമ്പേ മാലിന്യം. ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് പറഞ്ഞ് അധികം ആരും സന്തോഷിക്കേണ്ട. കൊച്ചി കായലിൻ്റെയും നാട്ടിലെ പുഴകളുടെയും അവസ്ഥ മാത്രം കണ്ടാൽ മതി സന്തോഷിക്കാൻ ധാരാളം. ഈയിടെ പെരിയാറിൽ ചത്തുപൊങ്ങിയ മീനുകൾ ടൺ കണക്കിനാണ്. വെള്ളത്തിൽ പൊങ്ങിയും തീരത്തടിഞ്ഞും അവ തീരങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങൾക്ക് സാന്ദ്രത കൂട്ടി. ഇവിടെ സർക്കാരുണ്ട്, മലിനീകരണ നിയന്ത്രണ ബോർഡുണ്ട്, പഞ്ചായത്തുണ്ട്, മുനിസിപ്പാലിറ്റിയുണ്ട്, കോർപ്പറേഷനുണ്ട്. എന്നാൽ കാലാകാലങ്ങളിൽ അവരൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോഴോ അത് പത്രത്തിൽ കാണുമ്പോഴോ മാത്രം തലപൊക്കിയാൽ മതിയോ? സത്യത്തിൽ പത്രങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇന്ന് പടുകുഴിയിലായേനെ എന്ന് തോന്നിപ്പോകുന്നു. ചെറുതും വലുതുമായ വ്യവസായ സ്ഥാപനങ്ങൾ അധികവും പുഴകളുടെ തീരത്താണ്. അവ സ്ഥാപിക്കപ്പെട്ടത് ഈ ദുരുദ്ദേശത്തോടെയാണ്. ഏത്? അവയിൽ നിന്നും നിർഗമിക്കുന്ന മാലിന്യം ജലാശയങ്ങളിലേക്ക് തള്ളിക്കളയണം. അതാണ് ദുരുദ്ദേശം. ഇനി ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയെങ്കിൽ എന്താണിതിന് ഒരു പരിഹാരം? പരിഹാരമുണ്ട്. അത് നിർദ്ദേശിക്കേണ്ട ബോർഡുകളും സർക്കാർ സ്ഥാപനങ്ങളും നിശബ്ദരായിരുന്നാലോ? മാലിന്യ നിർമ്മാർജ്ജന മാർഗങ്ങളായ ഇൻസിനറേഷൻ, കമ്പോസ്റ്റ് നിർമ്മാണം, സെഡിമെൻറ്റേഷൻ, ഡീവാട്ടറിങ് എന്നിവയിൽ ഇൻസിനറേഷൻ ഒഴികെ മറ്റെല്ലാത്തിനും ചെലവ് കുറവാണ്. വലിയ വ്യവസായ സ്ഥാപനങ്ങളിൽ ഇൻസിനറേറ്ററുകൾ ഉണ്ടാവും. എന്നാൽ മേൽപ്പറഞ്ഞ മാലിന്യ നിർമ്മാർജ്ജന മാർഗങ്ങളെക്കാളൊക്കെ എളുപ്പമുള്ള ഒരു വഴിയുണ്ട്. മാലിന്യം വലിപ്പമുള്ള അണ്ടർഗ്രൗണ്ട് പൈപ്പുകൾ വഴി അടുത്തുള്ള ജലാശയങ്ങളിലേക്ക് തള്ളുക. ഈ മാലിന്യങ്ങളിൽ കടുപ്പമേറിയ വിഷവസ്തുക്കളുണ്ട്. അവ പുഴകളിലെ മത്സ്യസമ്പത്ത് നശിപ്പിച്ചു കളയും. ഇതാണ് ഇവർ ഇപ്പോൾ ചെയ്യുന്നത്. എന്താ പോരെ? ഇനി മറ്റൊരു കാര്യം. വിദ്യാഭ്യാസത്തിൽ മികച്ചു നിൽക്കുന്ന നാടാണ് കേരളം എന്ന് ഏവർക്കും അറിയാം. എന്നാൽ വിദ്യാഭ്യാസമുണ്ടെന്ന് വെച്ച് അറിവുണ്ടാകണമെന്നില്ല. അതാണ് പ്രശ്നം. അവനവൻ്റെ വീട്ടിലുള്ള മാലിന്യം നമ്മൾ അടുത്ത വീട്ടുപറമ്പിലേക്ക് എറിഞ്ഞു കളയുന്നു. അധികം ചെലവില്ലാത്ത ചെറുകിട കമ്പോസ്റ്റ് സംവിധാനം നമ്മുടെ എത്ര വീടുകളിലുണ്ട്? മാലിന്യം പ്ലാസ്റ്റിക് സഞ്ചികളിൽ നിറച്ച് വഴിയോരത്ത് എറിയുന്നവരാണ് പലരും. അയൽക്കാരനെ നശിപ്പിച്ചിട്ട് വേണം നമ്മൾ നന്നാവാൻ എന്നാണ് വിദ്യാസമ്പന്നരായ മലയാളികളുടെ ചിന്ത. 1984 ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിലുണ്ടായ ഗ്യാസ് ട്രാജഡിയെപ്പറ്റി കേൾക്കാത്തവരാരുമില്ല. ഏറ്റവും വലിയ വേസ്റ്റ് മിസ്മാനേജ്മെൻറ്റിൻ്റെ കഥയാണത്. മാലിന്യം വേണ്ടവണ്ണം തരംതിരിച്ച് റീസൈക്ലിംഗ് ചെയ്യാൻ കഴിയാത്തതാണ് ട്രാജഡികളുടെ കാരണം. അതിന് ഉത്തരവാദപ്പെട്ടവർ ശ്രദ്ധിക്കുന്നതിനൊപ്പം ജനങ്ങളും ജാഗരൂകരാകണം. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ സ്വച്ഛ ഭാരത് മിഷൻ രാജ്യത്തെ സാനിറ്റേഷൻ പദ്ധതിയിലെ ഒരു വിപ്ലവമാണ്. പല സംസ്ഥാനങ്ങളിലും ഇത് വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. ഏത് കാര്യത്തിനും ജനങ്ങളുടെ പങ്കാളിത്തവും സഹകരണവും ഉണ്ടാകണം, എങ്കിലേ വിജയപ്രദമാവുകയുള്ളൂ.